അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ ബഹുമാനപ്പെട്ട വിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അത്തരത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നല്ല മുത്തഖീങ്ങളിൽ ദുനിയാവിൽ നമ്മെ ഉൾപ്പെടുത്തുകയും നാളെ പരലോകത്ത് അതേ അവസ്ഥയിൽ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നാം. ശക്തമായ ഒരു ആത്മവിചാരണയുടെയും ചില സ്വയം ചോദ്യം ചെയ്യലുകളുടെയും സമയത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റമദാനിലൂടെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ റമദാനിലേക്ക് കയറുമ്പോൾ ഉണ്ടായിരുന്ന ഞാൻ തന്നെയാണോ ഇപ്പൊ റമദാനിൽ നിന്ന് ഇറങ്ങാനിരിക്കുമ്പോൾ ഉള്ളത്? അല്ലെങ്കിൽ എനിക്ക് ഈമാനികപരമായി വൈജ്ഞാനികപരമായി എത്രത്തോളം ഉയരാൻ സാധിച്ചിട്ടുണ്ട് തുടങ്ങിയ ശക്തമായ ചില ചോദ്യം ചെയ്യലുകളുടെ സമയത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ ഏറ്റവും അനുകൂലമായി ഉപയോഗിച്ചവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലേറ്റവും പ്രഥമവും പ്രധാനവുമായി നാം സ്വയം ചോദ്യം ചെയ്യേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം റമദാനിലൂടെ ലക്ഷ്യമാക്കിയ ലഅല്ലക്കും തത്തഖൂൻ, ആ തഖ്വ നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നാം ഒന്നാമതായി ചോദ്യം ചെയ്യേണ്ടത്. നമ്മൾ റമദാനിന്റെ പകലുകളിൽ അല്ലാഹു മറ്റ് സമയങ്ങളിൽ ഹലാലാക്കിയ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി, ഭാര്യയുമായിട്ടുള്ള സംസർഗം റമദാനിന്റെ പകലുകളിൽ നാം ഒഴിവാക്കി. എന്തുകൊണ്ട്? ചുറ്റും ആരും കാണാനില്ല എങ്കിലും ആ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്ത് കുടിക്കുകയില്ല. 6:35 നോമ്പ് തുറയാണെങ്കിൽ, ബാങ്കാണെങ്കിൽ 6:34 ആ ഈത്തപ്പഴത്തിന്റെ കഷ്ണം നമ്മൾ എടുത്ത് കഴിക്കുകയില്ല. കാരണം അള്ളാഹു പറഞ്ഞു അത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ കേവലം ആ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി എന്നതിനപ്പുറം ആ ഒരു തത്വം, ആ ഒരു തഖ്വ എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഇറക്കി വെക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്നുള്ളത്. എന്റെ വേഷവിധാനം, എന്റെ സംസാരം, എന്റെ സ്വഭാവം, എന്റെ കച്ചവടം, എന്റെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ അള്ളാഹു പറഞ്ഞതുപോലെയാണോ ഞാൻ ഇവിടെ ചെയ്യുന്നത്? അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഇന്ന മേഖലകളിൽ ഉണ്ടോ എന്നുള്ള സൂക്ഷ്മമായ പരിശോധനയാണ് ഏറ്റവും ഒന്നാമതായി നാം പരിശോധിക്കേണ്ടത്. അതിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ്, അള്ളാഹു നോമ്പിലൂടെ ലക്ഷ്യമാക്കിയ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ആ റമദാനിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധപ്പെട്ട റമദാൻ മാസവും പരിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. നമുക്കൊരിക്കലും വേർപെടുത്താൻ സാധിക്കാത്ത ബന്ധമാണ്. നമുക്കറിയാം പരിശുദ്ധ റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അതിനു പുറമെ നമ്മൾ സൂചിപ്പിച്ചു, റമദാനിലൂടെ അള്ളാഹു ലക്ഷ്യമാക്കിയത് തഖ്വ നേടിയെടുക്കുക, നമ്മളെല്ലാവരും മുത്തഖീങ്ങളാവുക എന്നുള്ളതാണല്ലോ. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനെ കുറിച്ചും അള്ളാഹു പറഞ്ഞത് ഹുദൽ ലിൽ മുത്തഖീൻ. അൽഹംദുലില്ലാഹ്, നമ്മളിൽ പലർക്കും ഈ പരിശുദ്ധ റമദാനിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം വളരെയധികം പുലർത്താൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. അതിലേക്ക് നാം കടക്കുകയാണെങ്കിൽ ഏറ്റവും ഒന്നാമതായി റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ് സ്വലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയഹ യർജൂന തിജാറതൻ ലൻ തബൂർ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, പരിശുദ്ധ ഖുർആനിൽ യത്ലൂന, അതായത് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം അത് നന്നായി ജീവിതത്തിൽ പകർത്തി അത്തരത്തിലുള്ള ഒരു പാരായണത്തെയാണ് പരിശുദ്ധ ഖുർആനിലൂടെ പാരായണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ പരിശുദ്ധ ഖുർആനുമായി ജീവിക്കുന്ന ആളുകൾ,
അതിന്റെ പാരായണത്തിലൂടെയും അതിന്റെ പഠനത്തിലൂടെയും തങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആന് വലിയൊരു സ്ഥാനം മാറ്റിവെച്ച ആളുകൾ യർജൂന തിജാറത്തൻ ലൻ തബൂർ, അവരൊരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ് അതിലൂടെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. നാം ദുനിയാവിൽ ഏതൊരു കാര്യത്തിൽ ഇറങ്ങുകയാണെങ്കിലും, ഒരു കച്ചവടത്തിൽ ഇറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൈവാഹിക ബന്ധത്തിൽ ഇറങ്ങുകയാണെങ്കിലും ഒക്കെ നമ്മൾ അവിടെയുള്ള ലാഭനഷ്ട സാധ്യതകൾ ചർച്ച ചെയ്തതിന്, പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ കാര്യത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ. നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന സമയം, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി നാം ചെലവഴിക്കുന്ന സമ്പത്ത്, നാം ചെലവഴിക്കുന്ന ആ ഒരു ആരോഗ്യം, അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. യർജൂന തിജാറത്തൻ ലൻ തബൂർ, നിങ്ങൾ ആ ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവുകയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലിഹി, അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അല്ലാഹു വർദ്ധിപ്പിച്ചും കൊടുക്കുന്നതാണ് എന്നുള്ളതാണ്. ഇതിലും വലിയ ലാഭം നമുക്ക് എന്താണ് ലഭിക്കാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചുകൊണ്ട് പറയുകയാണ്, വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാകാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഅൻ അത്ലുവൽ ഖുർആൻ, അതിന്റെ കൂടെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടിയും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരാൾ ഒരു യഥാർത്ഥ മുസ്ലിമാണോ എന്ന് നോക്കണമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനിന്, അതിന്റെ പാരായണത്തിന്, അതിന്റെ പഠനത്തിന് കൃത്യമായ ഒരു സമയം അയാൾ മാറ്റിവെച്ചിരിക്കും എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഒരു ദിവസം ഒരു പേജ് പോലും പാരായണം ചെയ്യാത്ത, അതിന്റെ പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കാത്ത ഒരു തരത്തിലുള്ള ജീവിതമാണ് അവൻ നയിക്കുന്നതെങ്കിൽ അവന്റെ ഈമാനിൽ, അവന്റെ ഇസ്ലാമിൽ തന്നെ നമ്മൾ സംശയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്, ജനങ്ങളിൽപ്പെട്ട അല്ലാഹുവിന്റെ ചില ആളുകളുണ്ട്. ആരിലേക്കാണ് ചേർത്തി പറയുന്നത് എന്ന് നോക്കണം. അത് മുഖ്യമന്ത്രിയുടെ ആളാണ്, അത് രാജാവിന്റെ ആളാണ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ദർജയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ഭൂമിയിലൂടെ നടക്കുന്ന ആളുകളിൽ അല്ലാഹുവിന്റെ ചില ആളുകളുണ്ട്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് പ്രവാചകരെ? അല്ലാഹുവിന്റെ അഹ്ലുകാർ. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അഹ്ലുൽ ഖുർആൻ, അവർ പരിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ്. അതിന്റെ പാരായണവും അതിന്റെ പഠനങ്ങളുമായി മുന്നോട്ട് പോകുന്ന, പരിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്തുന്ന പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരാണ് നിങ്ങളിൽപ്പെട്ട അല്ലാഹുവിന്റെ അഹ്ലുകാരി എന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ നിർത്തിയില്ല, അഹ്ലുല്ലാഹി വഖാസതുഹു, അല്ലാഹുവിന്റെ അഹ്ലുകാരാണ്, അല്ലാഹുവിന്റെ ഖാസായ, അതായത് അല്ലാഹുവിന്റെ സ്പെഷ്യൽ ആളുകളാണ് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നുള്ളതാണ്. ഇതിൽ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അല്ലാഹുവിൽ നിന്നുള്ള ഒരു പ്രത്യേക കാരുണ്യം, അല്ലാഹുവിൽ നിന്നുള്ള ഒരു പ്രത്യേക തുറവി ഒരു ദുനിയാവിൽ വെച്ച് തന്നെ ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്. സഹോദരങ്ങൾ, നമ്മൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഏതൊന്നെടുത്ത് നോക്കുകയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന് വേണ്ടി തെരഞ്ഞെടുത്ത കാര്യങ്ങൾക്കെല്ലാം ഉന്നത സ്ഥാനം നൽകി അലങ്കരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം നോക്കുകയാണെങ്കിൽ റമദാൻ മാസത്തിലാണ്, മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഇനി പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രാത്രി നോക്കുകയാണെങ്കിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയാണ് പരിശുദ്ധ ഖുർആന് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി പരിശുദ്ധ ഖുർആൻ ഇറങ്ങി കൊണ്ടുവന്ന മലക്കിനെ നോക്കുകയാണെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മുഖറബുൽ അംലാഖ്, മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് പരിശുദ്ധ ഖുർആന് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത്. കഴിഞ്ഞില്ല, പരിശുദ്ധ ഖുർആൻ ആരിലേക്കാണ് ഇറക്കപ്പെട്ടത്? സയ്യിദു വലദി ആദം, അമ്പിയാക്കളുടെ നേതാവല്ല, സയ്യിദു വലദി ആദം, ആദം സന്തതികളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കുന്നതിന് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത്. കഴിഞ്ഞില്ല, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ നാട് നോക്കുകയാണെങ്കിൽ, അതിറങ്ങിയ ഉമ്മത്ത് നോക്കുകയാണെങ്കിൽ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പരിശുദ്ധ ഖുർആന് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏറ്റവും ടോപ്പ് ക്ലാസ്സിലിരിക്കുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ ആളുകളാണ്, അല്ലെങ്കിൽ സമയങ്ങളാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് നമുക്കുള്ള ഉപകാരം എന്താണ്? നമ്മൾ പരിശുദ്ധ ഖുർആന്റെ ആളുകളാവുകയാണെങ്കിൽ,
നമ്മൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു ഔന്നിത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും പരലോകത്തിലും നമുക്ക് നൽകുമെന്നുള്ളതാണ്. ദുനിയാവിലാകട്ടെ പരലോകത്തിലാകട്ടെ ഔന്നിത്യങ്ങളുടെ നിദാനം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്. നമ്മൾ രണ്ടുപേരും ഒരു മൂന്നുപേർ എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയോ അല്ലെങ്കിൽ നമസ്കാരത്തിന് സമയമാവുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിനോടുള്ള സംസാരമാണ് നമസ്കാരം എന്നുള്ള ഇബാദത്ത്. അതിൽ മുന്നിൽ നിന്ന് നേതൃത്വം നയിക്കേണ്ടത് അഖറഉഹും ലികിതാബില്ലാഹ്. അയാളുടെ ക്വാളിറ്റി എന്താണ്? അയാൾ നല്ല പണക്കാരനാവണം എന്നുള്ളതല്ല, അയാൾ നല്ല സൗന്ദര്യമുള്ള നല്ല സൗണ്ടുള്ള ആളാകണം എന്നുള്ളതൊന്നുമല്ല. ആ രണ്ടുപേരിൽ, ആ ഒരു മൂന്ന് പേരിൽ ഏറ്റവും നന്നായി പരിശുദ്ധ ഖുർആനിൽ അവഗാഹമുള്ള, പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യുന്ന ആളാണ് അവിടെ നമസ്കാരത്തിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് എന്നുള്ളതാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഉഹദ് രണാങ്കണത്തിൽ ഉഹദ് യുദ്ധത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിൽ മരണപ്പെട്ട ശുഹദാക്കളെ ഇങ്ങനെ കഫൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ രണ്ട് സ്വഹാബികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ കഫൻ പുടവയിൽ കഫൻ ചെയ്തു. എന്നിട്ട് പിന്നീട് ആ രണ്ട് സ്വഹാബികളെ ഖബറിലേക്ക്, ലഹ്ദിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആരെ മുന്തിക്കണം എന്നതിനു വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത് അയ്യുഹും അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ. ഇവരിൽ രണ്ടുപേരിൽ ആർക്കാണ് പരിശുദ്ധ കൂടുതൽ അവഗാഹമുള്ളത്, പരിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധം പുലർത്തി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇന്ന ആളാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ആദരവോടുകൂടി അദ്ദേഹത്തെ ഖബറിലേക്ക് മുന്തിച്ചു വെക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു പ്രവർത്തനമാണ്, പക്ഷെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഒരു മുൻഗണന കൊടുത്തത് നമുക്ക് ആ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി പോട്ടെ, പരലോകത്തെത്തിയ ആളാണെങ്കിലോ, പരലോകത്തുള്ള അവസ്ഥയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, വഇന്നൽ ഖുർആന യൽഖാ സാഹിബഹു യൗമൽ ഖിയാമത്തി ഹീന യൻശഖു അൻഹു ഖബ്റുഹു. നാളെ മഹ്ശറ വൻസഭയിലേക്ക് ഖബറുകൾ പൊട്ടിപ്പിളർന്നുകൊണ്ട് മനുഷ്യർ നടന്നു പോകുമ്പോൾ പരിശുദ്ധ ഖുർആൻ അതിന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി ഒരു യുവാവിന്റെ രൂപത്തിൽ പോകുന്നതാണ്. എന്നിട്ട് ചോദിക്കും, സഹോദര ഹൽ തഅരിഫുനി, നിനക്കെന്നെ മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം പറയും, മാ അരിഫുക്, എനിക്ക് മനസ്സിലായില്ല, ആരാണ് നീ? അപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയും, അന സാഹിബുകൽ ഖുർആൻ, ഞാൻ നിന്റെ കൂട്ടുകാരനായിരുന്ന പരിശുദ്ധ ഖുർആനാണ്. അല്ലദീ അദ്മഅതുക ഫിൽ ഹവാജിർ, ഞാൻ ഇറങ്ങിയ മാസത്തിൽ നോമ്പ് നോറ്റത് കൊണ്ടാണ് നിനക്ക് ദാഹം ക്ഷമിക്കേണ്ടി വന്നത്. വഅസ്ഹർതു ലൈലക്, എന്നെ പാരായണം ചെയ്ത് നമസ്കരിച്ചത് കൊണ്ടാണ് സഹോദര നിനക്ക് രാത്രിയിലെ ഉറക്കം നഷ്ടമായത്. അങ്ങനെ പരിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്തിയ ആളെ ആശ്വാസവചനങ്ങളുമായി കൊണ്ട് നാളെ പരലോകത്തേക്ക് നടന്നു പോകുമ്പോൾ തന്നെ പരിശുദ്ധ ഖുർആൻ ചെന്ന് കാണുമെന്നുള്ളതാണ്. കഴിഞ്ഞില്ല, അള്ളാഹുവിന്റെ അടുത്ത് വിചാരണ തുടങ്ങുകയാണെങ്കിലോ, യജീഉ സാഹിബുൽ ഖുർആനി യൗമൽ ഖിയാമ ഫയഖൂലുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ ആൾ സാഹിബിനെ ഹദീസിൽ പ്രയോഗിച്ച് ശ്രദ്ധിക്കണം, പരിശുദ്ധ ഖുർആനിന്റെ കൂട്ടുകാരൻ, ആ ഒരു കൂട്ടുകാരനെ പരലോകത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിനോട് പറയും, യാ റബ്ബി ഹല്ലിഹി, അല്ലാഹുവേ ഇയാളെ ആദരിച്ചാലും, ഫയൽബസു താജൽ കിറാമ, അപ്പോൾ അല്ലാഹു ആ പരിശുദ്ധ ഖുർആനിന്റെ കൂട്ടുകാരനെ ആദരവിന്റെ ഒരു കിരീടം അണിയിക്കുന്നതാണ്. കഴിഞ്ഞില്ല, പരിശുദ്ധ ഖുർആൻ പറയും, യാ റബ്ബി സിദ്ഹു, അല്ലാഹുവേ ഇവനെ വർദ്ധിപ്പിച്ചു കൊടുത്താലും, ഫയൽബസു ഹുല്ലതൽ കിറാമ, ആ കിരീടത്തിന് പുറമെ പരിശുദ്ധ ഖുർആനിന്റെ കൂട്ടുകാരൻ അവിടെ ആദരവിന്റെ ഒരു ഉടയാട അണിയിച്ചു കൊടുക്കുന്നതാണ്. കഴിഞ്ഞില്ല, പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയും, യാ റബ്ബി ഇർദ അൻഹു, അല്ലാഹുവേ ഇവനെ തൊട്ട് തൃപ്തിപ്പെട്ടാലും. സഹോദരങ്ങളെ, കോടാനുകോടി മനുഷ്യർ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഹൃദയങ്ങളും കണ്ണുകളും വിറങ്ങലിച്ചവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗമാണ്. ഹൃദയങ്ങൾ നടുങ്ങി അത്രത്തോളം ഭയപ്പെട്ട് ഭയവിഹുലരായിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ അതിന്റെ കൂട്ടുകാരന് വേണ്ടി പറയുന്ന, അള്ളാഹുവേ ഇവരെ തൊട്ട് തൃപ്തിപ്പെട്ടാലും അങ്ങനെ അള്ളാഹു അവനെ തൊട്ട് തൃപ്തിപ്പെടുന്നതാണ്. കഴിഞ്ഞില്ല, പിന്നീട് അവൻ സ്വർഗത്തിലേക്ക് എത്തിയാൽ അവനോട് പറയപ്പെടും, നീ പാരായണം ചെയ്തു കൊള്ളുക, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊള്ളുക,
എന്നിട്ട് ആ ഓതുന്നതിന് കണക്കായി നീ ഇങ്ങനെ കയറിപ്പോയിക്കൊള്ളുക. അങ്ങനെ അവൻ പാരായണം ചെയ്യുന്ന ഓരോ ആയത്തിനും കണക്കായി അവന്റെ സ്വർഗത്തിലെ ദറജകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതാണ്. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഖുർആനു ഷാഫിഉൻ മുശഫഉൻ. പരിശുദ്ധ ഖുർആൻ അതിന്റെ ആൾ ശുപാർശ ചെയ്യുന്നതാണ്. കേവലം ശുപാർശ ചെയ്യുക മാത്രമല്ല, മുശഫഉൻ, അതിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ്. ഈ ഒരു നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആനുമായി ദുനിയാവിലും പരലോകത്തുമുള്ള ഔന്നിത്യം കൈവരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആനോട് ചില ബാധ്യതകൾ നമ്മൾ തീർക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മളിൽ ആർക്കും പരിശുദ്ധ ഖുർആൻ ഓതാൻ അറിയാത്തവരെന്തായാലും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി റമദാനിൽ മാത്രം 60ഓളം തവണ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തീർത്തതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. 60 തവണ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 2 ഖത്തം തീർക്കണം. നമുക്ക് അത്ഭുതമായി അസംഭവ്യമായൊക്കെ തോന്നിയേക്കാം. പക്ഷേ പണ്ഡിതന്മാർ പറയുന്നത് ആ പരിശുദ്ധ ഖുർആനുമായി അത്രത്തോളം ബന്ധം പുലർത്തിയാൽ, അതിനോട് അത്രത്തോളം ഹൃദിസ്ഥമാക്കി അങ്ങനെ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് സാധിക്കുന്നതാണ് സമകാലത്തിലും ഈ കഴിഞ്ഞ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ 1 തവണയും 2 തവണയും ഒരു ദിവസത്തിൽ ഖത്തം തീർത്ത സംഭവങ്ങളൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഒരാധുനിക പണ്ഡിതനോട് നമ്മുടെ മുൻഗാമികൾക്ക് സ്വഹാബികൾക്കും ഒക്കെ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വല്ലാത്തൊരു മറുപടി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണുമായിട്ടുള്ള ബന്ധം എന്താണോ അതായിരുന്നു അവർക്കെന്ന് പരിശുദ്ധ ഖുർആൻ. നമുക്ക് മൊബൈൽ ഫോൺ എന്താണ്? ഇടക്കിടക്ക് വല്ല അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോ? വല്ല നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ? ആരും മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിലും ഒരു 10-200 തവണ കുറഞ്ഞത് ഒരു ദിവസം നമ്മൾ വാട്സപ്പ് ഓൺ ആക്കുന്നതാണ്. നമ്മുടെ ഡെയിലി യൂസേജ് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. എത്ര തവണ വാട്സപ്പ് ഒക്കെ തുറന്നു എന്ന് നോക്കിയാൽ 200-300 ഒക്കെ കടന്നിട്ടുണ്ടാവും ഒരു ഏവറേജ് ഫോൺ നോക്കുന്ന ആളുടെ. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകില്ല, പക്ഷെ വെറുതെ എന്താണെന്നുള്ള ഒരാകാംക്ഷയിൽ ഇങ്ങനെ വാട്സപ്പ് നോക്കും, ആരെങ്കിലും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ നോക്കും. അതാണ് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ടുള്ള ബന്ധം. അതുപോലെയായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക് പരിശുദ്ധ ഖുർആൻ എന്നുള്ളതായിരുന്നു. അവർ അതിനെ ഹൃദയങ്ങളിലേക്കായിരുന്നു ചേർത്ത് വെച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ചിലർ പറയും കേവലം പാരായണം ചെയ്തിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, അത് പാരായണം ചെയ്തിട്ടൊന്നും അർത്ഥമൊന്നും മനസ്സിലാകാണ്ട് ഇങ്ങനെ പാരായണം ചെയ്തിട്ട് കാര്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്കറിയാം, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. പരിശുദ്ധ ഖുർആനിൽ ഒരു അക്ഷരം പാരായണം ചെയ്താൽ അതിന് 10 ഇരട്ടി പ്രതിഫലമുണ്ട്. എന്നിട്ട് റസൂൽ വിശദീകരിച്ച് പറയുകയാണ്, അലിഫ് ലാം മീം എന്നുള്ളത് ഒരൊറ്റ ഹർഫാണ് എന്ന് ഞാൻ പറയുന്നില്ല. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ് എന്ന് പറഞ്ഞാൽ ഒരു അര സെക്കൻഡ് എടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നിന്ന് അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ അവിടെ നമുക്ക് 30 പ്രതിഫലം രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആയത്ത്, ഒരു അര പേജ്, ഒരു പേജ് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കഴിയുന്നത് പോലെ മനോഹരമായി പാരായണം ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. മനോഹരമായി തന്നെ പാരായണം ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ ലം യതഗന്ന ബിൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ നല്ല ഈണത്തിൽ ശ്രുതിമാധുര്യത്തോടു കൂടി പാരായണം ചെയ്യാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുള്ളതാണ്. എന്നാൽ അതിന് കഴിയാത്ത ആളുകളുണ്ടാവും, അവർ ഈ ഹദീസിൽ പെടുന്നതല്ല. പക്ഷേ മറ്റ് സംഗീതങ്ങൾക്കും പാട്ടുപാടാനും ഒക്കെ അയാൾക്ക് കഴിവുണ്ട്. അതിനെ അയാളുടെ സൗണ്ടിനെ എങ്ങനെയും മാറ്റിയെടുക്കാനുള്ള പ്രാപ്തി അയാൾക്കുണ്ട്. തജ്വീദ് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഖുർആൻ പാരായണം പഠിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളുണ്ടായിട്ടും അത് ശ്രദ്ധിക്കാതെ അങ്ങനെ പാരായണം ചെയ്യാൻ അറിയാതെ വന്ന ആള് നമ്മിൽപ്പെട്ടവനല്ല എന്നുള്ളതാണ്. തൊണ്ടക്ക് പ്രശ്നമില്ല, സൗണ്ടിന് പ്രശ്നമില്ല, മറ്റെല്ലാ കാര്യങ്ങൾക്കും അയാൾ സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ ഓതാൻ അയാൾ പഠിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവം തന്നെയാണ് എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, മസലുൽ ലദീ യഖറഉൽ ഖുർആൻ വഹുവ ഹാഫിദുൻ ലഹു മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. പരിശുദ്ധ ഖുർആനിൽ നല്ല അവഗാഹം നേടി നല്ല പ്രാവീണ്യത്തോടു കൂടി പാരായണം ചെയ്യുന്ന ആളുടെ ഉപമ എന്നുള്ളത് അയാൾ പരലോകത്ത് മഅസ് സഫറത്തിൽ കിറാമിൽ ബററ, നല്ല ഉന്നതന്മാരായ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനങ്ങളുള്ള സന്ദേശവാഹകരായ മലക്കുകളുടെ കൂടിയായിരിക്കും
പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യുന്ന ആളുകൾ എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ പ്രാവീണ്യം നേടി പാരായണം ചെയ്യുന്ന ആളുകൾ എന്നുള്ളത്. കാരണം സന്ദേശവാഹകരായ മലക്കുകളും വഹിക്കുന്നത് അള്ളാഹുവിന്റെ കലാമായ വഹിയാണ്, അള്ളാഹുവിന്റെ കലാമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ പ്രാവീണ്യം നേടിയ ആളും അയാളുടെ ഹൃദയങ്ങളിൽ വഹിക്കുന്നത് അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതാണ്. അതിന് കണക്കായി തന്നെ അയാൾക്ക് നാളെ പരലോകത്ത് ആ മലക്കുകളുടെ കൂടെ അള്ളാഹു സ്ഥാനം നൽകി അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ആ ഒരു സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഓതാൻ പ്രയാസപ്പെട്ട് ഓതുന്ന ആളുകൾക്ക് 2 പ്രതിഫലമുണ്ട് എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് നല്ല തജ്വീദോടുകൂടി പാരായണം ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അടുത്തതായി നമുക്ക് പരിശുദ്ധ ഖുർആനിനോടുള്ള ഒരു ബന്ധം, ഒരു ബാധ്യത എന്നുള്ളത് അതിൽ നിന്ന് പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഹിഫ്ളാക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി നമസ്കാരത്തിൽ നിർബന്ധമായിട്ട് ഓതേണ്ട ഫാത്തിഹയിൽ തുടങ്ങി ചെറിയ ചെറിയ സൂറത്തുകളിൽ തുടങ്ങി ഞാൻ ജീവിതാവസാനത്തിന് മുമ്പ് പരിശുദ്ധ ഖുർആൻ എന്നെ കൊണ്ട് സാധിക്കുന്നത്ര ദിവസം ഒരൊറ്റ ആയത്ത് വെച്ചിട്ടാണെങ്കിലും പറ്റുന്നത്ര ഞാൻ ഹിഫ്ളാക്കുമെന്നുള്ളത് നാം നമ്മുടെ ജീവിത പദ്ധതിയിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്ത് ഡെയിലി 2 ആയത്തും 3 ആയത്തും ഒക്കെ ഹിഫ്ളാക്കി അങ്ങനെ വർഷങ്ങളെടുത്ത് ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. 10-35 വയസ്സിന് ശേഷം പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയ സ്ത്രീകളെ നമ്മളിൽ പലർക്കും പരിചയമുണ്ടാകും, ഗൾഫിലും മറ്റും ഹിഫ്ളിന്റെ ഹലക്കുകളിലും ചേർന്ന്. അപ്പോൾ പ്രായം അധികരിച്ചു എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കാനുള്ള ഒരു തടസ്സമല്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഡെയിലി 1 ആയത്ത് ഹിഫ്ളാക്കാൻ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാകുമോ? ഒരായത്ത് ഹിഫ്ളാക്കിയിട്ട് എപ്പം തീരാനാണല്ലേ? ആ ഒരു ചിന്ത വേണം. നമ്മൾ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്, നമ്മളെ നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ് കാര്യം. ഞാൻ ഹിഫ്ളാക്കുമെന്നുള്ള ഉറച്ച നിയ്യത്തോടുകൂടി ഇറങ്ങിയാൽ നമുക്ക് പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയ കൂലി കിട്ടും എന്നുള്ളത് നമ്മൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട്? ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പ്രത്യേകതയാണ്, ഒരാൾ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ അയാൾക്ക് ആ നന്മ രേഖപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ അയാൾ ആ നന്മ ചെയ്താലോ അയാൾക്ക് പിന്നീട് 10 ഇരട്ടിയോ 700 ഇരട്ടിയോ അയാളുടെ നിയ്യത്തിനനുസരിച്ച് അല്ലാഹു ഏറ്റി കൊടുക്കുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായ തീരുമാനത്തോടുകൂടി കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാക്കി എന്റെ ജീവിതത്തിൽ ഞാൻ പരിശുദ്ധ ഖുർആൻ പറ്റുന്നത്ര ഹിഫ്ളാക്കും. ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഞാൻ ഹിഫ്ളാക്കും എന്നുള്ള ഒരു പ്ലാൻ കൃത്യമായി ആത്മാർത്ഥമായി വെക്കുകയാണെങ്കിൽ നാളെ മരിച്ചു പോയാലും ആ പരിശുദ്ധ ഖുർആൻ മൊത്തം ഹിഫ്ളാക്കിയ ഒരു കൂലി ഇൻഷാ അല്ലാഹു തആല നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നമ്മൾ മുന്നേ പറഞ്ഞു, പരലോകത്ത് സ്വർഗ്ഗത്തിൽ വെച്ച് പരിശുദ്ധ ഖുർആന്റെ ആളുകളോട് പറയപ്പെടും, ഇഖ്റ വർതഖി വറത്തിൽ കമാ കുൻത തുറത്തിൽ ഫി ദുനിയ. നീ പാരായണം ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ കയറിപ്പോയി കൊള്ളുക. എങ്ങനെ പാരായണം ചെയ്യുക? നീ ദുനിയാവിൽ വെച്ച് എങ്ങനെയാണോ പാരായണം ചെയ്തത് അതുപോലെ പാരായണം ചെയ്യുക. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. നീ ഓതി അവസാനിപ്പിക്കുന്ന അവസാന ആയത്തിന്റെ അടുത്താണ് നിന്റെ സ്വർഗ്ഗത്തിലെ സ്ഥാനം എന്നുള്ളതാണ്. ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ആ പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദർജ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ നമുക്ക് ലഭിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നാം ഏവരും നമ്മുടെ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ, അവന് തൃപ്തികരമായ കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനോടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ബാധ്യതയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് പരിശുദ്ധ ഖുർആനിലെ ആശയങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുക എന്നുള്ളത്. അതിന്റെ അർത്ഥതലങ്ങൾ, ആശയതലങ്ങൾ പഠിച്ചുകൊണ്ട് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുക. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിൽ ആഴത്തിൽ പരിശുദ്ധ ഖുർആൻ ഉറ്റാലോചിക്കുക എന്നുള്ളതാണ്. ഖുർആൻ ഇറക്കിയത് തന്നെ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. അതിന്റെ ആയത്തുകളെ കുറിച്ച് ജനങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു സഹോദരങ്ങളെ. അബൂബക്കർ ബിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് ഇമാമ നിൽക്കാൻ പ്രവാചകൻ കൽപ്പിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ് പറഞ്ഞത്? വാപ്പയ്ക്ക് ഇമാമ നിൽക്കാൻ സാധിക്കുകയില്ല പ്രവാചകരെ. വാപ്പയെങ്ങാനും ഇമാമ നിന്ന് ഖുർആൻ കരഞ്ഞ് ആ പാരായണം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. വാപ്പ വളരെ ലോല മനസ്സുള്ള ആളാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ പിന്നെ അതിന്റെ അർത്ഥങ്ങൾ ആലോചിച്ച് കരഞ്ഞ് ആ പാരായണം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ചരിത്രം കാണാം. പ്രജകൾക്കിടയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു പാരായണം കേട്ടു. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, നിന്റെ റബ്ബിന്റെ ശിക്ഷ വന്നെത്തുന്നത് തന്നെയാണ്. മാ ലഹു മിൻ ദാഫിഅ, അതിനെ തടയാൻ ആരുമില്ല എന്നുള്ള ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം വിറങ്ങലിച്ചു പോയി. ദിവസങ്ങളോളം സ്വന്തം വീട്ടിൽ കഥ കടച്ചിരുന്നു എന്നുള്ളതാണ്. കൂട്ടുകാർക്ക് മനസ്സിലായില്ല ഉമറിന് എന്താണ് പറ്റിയത്. ഖുർആനിന്റെ ആയത്ത് കേട്ട് ഹൃദയം വിറങ്ങലിച്ചു പോയതായിരുന്നു. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു, മറ്റൊരു സഹാബി, റസൂലുള്ളാഹിയുടെ പിറകിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ സൂറത്തു തൂറിലെ 35ാമത്തെ ആയത്തെത്തിയപ്പോൾ അദ്ദേഹം പറയുന്നു, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ എന്നുള്ള ആയത്ത് കേട്ടപ്പോൾ എന്റെ ഹൃദയം എന്നെ വിട്ട് പറന്നുപോയതായി എനിക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ്. എന്റെ സഹോദരങ്ങൾ, നമ്മൾ അറബികളുടെ മൊത്തം അവസ്ഥ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അങ്ങേയറ്റം അധാർമികതയിലും അജ്ഞതയിലും ഒരു സമൂഹം, ലോക രാജ്യങ്ങൾ തിരിഞ്ഞു നോക്കാതെ അവഗണിച്ചിരുന്ന ഒരു അധസ്ഥിത വിഭാഗമായിരുന്നു അറബികൾ എന്നുള്ളതാണ്. റോമും പേർഷ്യക്കും ഒക്കെ ഒരു പുച്ഛഭാവത്തോടു കൂടി മാത്രമായിരുന്നു അറബികളെ സമീപിച്ചിരുന്നത്, അവരോടുള്ള സമീപനം എന്നുള്ളതാണ്. നമുക്കറിയാം, അവരുടെ ഒട്ടകക്കയറിന്റെ പേരിൽ പതിറ്റാണ്ടുകളോളം കുടിപ്പക കാത്തു സൂക്ഷിച്ച് യുദ്ധം ചെയ്ത അത്രത്തോളം നീചന്മാരായിരുന്നു അറബികളെ എന്നുള്ളതാണ്. പക്ഷേ പെട്ടെന്ന് ഒരു 10-23-10-50 വർഷത്തെ കാലഘട്ടത്തിന്റെ ഒടുവിൽ, ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ അറബികൾക്ക് വല്ലാത്തൊരു മാറ്റം സംഭവിക്കുകയാണ്. അവർ ലോക രാജ്യങ്ങളുടെ കടിഞ്ഞാൺ പിടിക്കുന്നതിലേക്ക് അവർ പെട്ടെന്ന് ഉയർന്നു വരികയാണ്. ഇന്ന് യൂറോപ്യന്മാർ കുത്തകയായി അവകാശപ്പെടുന്ന ഏതേത് ശാസ്ത്ര ശാഖകൾ എടുത്ത് അതിന്റെ വേര് തപ്പിപ്പോയാലും ഒരു മുസ്ലിം പേര്, ഒരു അറബി പേര് നമുക്കതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇസ്ലാമിക പ്രതാപ കാലഘട്ടത്തിലെ സ്പെയിനിലെ, അന്തലൂസിലെ, അബ്ബാസിയ കാലഘട്ടത്തിലെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളിലേക്ക് ചെന്ന് മുട്ടാത്തൊരു ശാസ്ത്രശാഖയും ഇന്ന് കുറവാണ് എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു, എത്രത്തോളം സ്പെയിനിലും റോമിനും ഒക്കെ വൃത്തിയുടെ അടിസ്ഥാന പാഠങ്ങൾ, ധാർമ്മികതയുടെ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അറബികളാണ് എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളത് വലിയൊരു പ്രതാപമായി കണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അറബികൾ അങ്ങേയറ്റം അടിത്തട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ കീഴ്മേൽ മറിഞ്ഞ് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിയത്? നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടു കൂടിയായിരുന്നു പരിശുദ്ധ ഖുർആൻ അവരോട് സംസാരിച്ചത്. അവരുടെ ഹൃദയങ്ങളിലെ മാറ്റം ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ്. ഈ ഒരു മുസ്ലിങ്ങളുടെ നഷ്ടപ്രതാപം ഓർത്ത് പുളകം കൊള്ളുക എന്നതിനപ്പുറം ആ അറബികളെ അത്രത്തോളം മാറ്റിമറിച്ച പരിശുദ്ധ ഖുർആൻ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പാറിപ്പോകാൻ മാത്രം കാരണമായി എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ. ലബീദ് എന്ന് പറയുന്ന മുശ്രിക്കായ ഒരു കവി പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കേട്ടിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അവരെ മാറ്റിമറിച്ച പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ എന്റെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിൽ കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ എത്ര ആയത്തുകൾ നമ്മൾ തറാവീഹും ഖിയാമുൽ ലൈലിലും ഒക്കെ നിൽക്കുന്നതാണ്. അതിൽ പരിശുദ്ധ ഖുർആനിലെ എത്ര ആയത്തുകൾ കേട്ട് എനിക്കൊന്ന് കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട് എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എത്ര ആയത്തുകൾ കേട്ടിട്ട് എന്റെ ഹൃദയത്തിനൊന്ന് പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്, എത്ര ആയത്തുകൾ കേട്ടിട്ട് എന്റെ തോലുകളൊന്ന് മരവിച്ചു പോയിട്ടുണ്ട് എന്ന് നാം ഗൗരവപരമായി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു പരാതി പറയുന്നുണ്ട്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവേ, എന്റെ സമൂഹത്തിലെ ഒരു വിഭാഗം നീ അവർക്ക് കാരുണ്യമായി കൊണ്ട് ഇറക്കി കൊടുത്ത ഈ പരിശുദ്ധ ഖുർആൻ ഒരു മലയുടെ മുകളിൽ എങ്ങാനും ഇറക്കിയിരുന്നുവെങ്കിൽ സമ്പന്നമായി ഈ പരിശുദ്ധ ഖുർആനിനെ എന്റെ സമൂഹത്തിലെ ഒരു വിഭാഗം അവഗണിച്ച് തള്ളിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രവാചകൻ പരാതി പറയുന്നവരുടെ കൂട്ടത്തിൽ നാം പെട്ടുപോയിട്ടുണ്ടോ എന്ന് നാം ഗൗരവപരമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. അല്ലാഹു ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ചില ആളുകളെ ഉയർത്തുന്നതാണ്. എന്നാൽ ഇതേ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ അതിനെ അവഗണിച്ചത് നിമിത്തം ചില ആളുകളെ അല്ലാഹു നിന്ദിക്കുന്നതാണ്, താഴ്ത്തുന്നതാണ് എന്നുള്ളതാണ്.
അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഔന്നിത്യം ലഭിക്കുന്നവരിലോ നിന്യത ലഭിക്കുന്നവരിലോ നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നാം ഗൗരവപരമായി ചിന്തിക്കേണ്ടതുണ്ട്. ഫമൻ ജഅലഹു ഇമാമൻ ഖാദഹു ഇലൽ ജന്ന, ആരെങ്കിലും പരിശുദ്ധ ഖുർആനിനെ ഇമാമായി കൊണ്ട് മാർഗ്ഗദർശിയായി കൊണ്ട് സ്വീകരിച്ചാൽ ആ പരിശുദ്ധ ഖുർആൻ അയാളെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കുന്നതാണ്. വമൻ ജഅല ഖൽഫഹു സാഖഹു ഇലൻ നാർ, ആരെങ്കിലും ആ പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ച് തള്ളിയാൽ ആ പരിശുദ്ധ ഖുർആൻ അവനെ നരകത്തിലേക്ക് വലിച്ചിടുന്നതാണ് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്വർഗം സിദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഏവർക്കും ഉൾപ്പെടേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ കുറിച്ച് വിശേഷിപ്പിച്ച മറ്റൊരു വിശേഷണമാണ് വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ, പ്രവാചകനെ നിങ്ങളിലേക്ക് ഞാൻ എന്നിൽ നിന്നുള്ള ഒരു റൂഹിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ അവിടെ അള്ളാഹു ഉപയോഗിച്ചത് റൂഹി എന്നുള്ള പേരാണ്. റൂഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആത്മാവ് എന്നുള്ളതാണ് അർത്ഥം. എന്തിനാണ് പരിശുദ്ധ ഖുർആനെ റൂഹി എന്ന് വിശേഷിപ്പിച്ചത്? അല്ലാമ നാസർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലിഅന്ന റൂഹ യഹ്യാ ബിഹിൽ ജസദ്, ആത്മാവ് കൊണ്ടാണല്ലോ ശരീരങ്ങൾക്ക് ജീവൻ വെക്കുന്നത്. വൽ ഖുർആനു തഹ്യാ ബിഹിൽ ഖുലൂബ് വൽ അർവാഹ്, നമ്മുടെ ഹൃദയങ്ങൾക്ക് നമ്മുടെ ആത്മാക്കൾക്ക് ജീവൻ വെക്കുന്നത്, അതിന്റെ മരവിപ്പിൽ നിന്ന് അതിന് ജീവൻ വെക്കുന്നത്, നനവ് വെക്കുന്നത് പരിശുദ്ധ ഖുർആൻ അതിലേക്ക് ഇറക്കി കൊടുക്കുമ്പോഴാണ് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ ദീനും ദുനിയാവും എല്ലാം നന്നാകുന്നത് എന്നുള്ളതാണ്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ പുതുതലമുറയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് നാം പുറമേ നോക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ആസ്വാദനങ്ങളും അവർ ആസ്വദിക്കുന്നുണ്ട്. അതായത് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള സംഗീതമാകട്ടെ, സിനിമകളാകട്ടെ, ലഹരിയാകട്ടെ, വ്യഭിചാരമാകട്ടെ, അത്തരത്തിലുള്ള എല്ലാതരം മോശത്തരങ്ങളിലും അവർ പോകുന്നുണ്ടെങ്കിലും അവരുടെ മാനസികാവസ്ഥ നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റാറ്റസുകളിലൊക്കെ അധികവും കാണാൻ സാധിക്കുന്നത് ഡിപ്രഷൻ മോഡിലാണ്, സാഡാണ്. അത്തരത്തിൽ ഡിപ്രഷനാണ് എന്ന് പറയുന്നത് ഒരു ഫാഷൻ പോലെ കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു അന്ധകാരം അവർക്ക് അനുഭവപ്പെടുകയാണ്. അവർക്ക് എത്രത്തോളം ആസ്വാദനങ്ങളും ആനന്ദങ്ങളും പുറമേ ഉണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിലും അവർക്ക് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുകയാണ്. വെസ്റ്റേൺ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്ന വലിയ വലിയ പണക്കാരൊക്കെ പറയുന്നുണ്ട്, നമുക്കെല്ലാം ഉണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് സ്ത്രീകളുണ്ട്, നമുക്ക് ലഹരിയുണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ്, അതിലൊരു ഓളം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഒന്നും അറിയാത്തതുപോലെ മനസ്സിലൊരു തൃപ്തി കിട്ടുന്നില്ല. പിന്നീട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നപ്പോഴാണ്, പരിശുദ്ധ ഖുർആൻ എന്റെ മനസ്സിലേക്ക് ഇറക്കി വെച്ചപ്പോഴാണ് എന്റെ മനസ്സിന് ജീവൻ വെച്ചത് എന്നുള്ള സാക്ഷ്യപത്രങ്ങൾ നാം ഇന്റർവ്യൂയോടും മറ്റും കാണുന്നതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ജീവൻ വെക്കുന്നത്, ഹൃദയങ്ങൾ ശാന്തി അടയുന്നത് പരിശുദ്ധ ഖുർആനാകുന്ന വഹി അതിലേക്ക് ഇറക്കി വെക്കുമ്പോഴാണ് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹു ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന പ്രകാശമാണ് പരിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന രോഗങ്ങൾക്ക്, എല്ലാതരം മോശത്തരങ്ങൾക്കും ഉള്ള ശിഫയാണ് പരിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുണ്ട്. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നമ്മൾ ശ്രദ്ധിക്കണം. വദവാഉൽ ലിമാ ഫിസ് സുദൂർ എന്നല്ല പറഞ്ഞത്. ദവാ എന്ന് പറഞ്ഞാൽ മരുന്ന് എന്നാണ് അതിന്റെ അർത്ഥം, മരുന്ന്. എന്നാൽ ശിഫാ എന്ന് പറഞ്ഞാൽ രോഗശമനം എന്നുള്ളതാണ്. അതിന് വ്യത്യാസമുണ്ട്. മരുന്ന് കുടിച്ചാൽ ചിലപ്പോൾ രോഗം മാറിയേക്കാം, ചിലപ്പോൾ രോഗം അവിടെ തന്നെ ബാക്കിയുണ്ടായിരിക്കാം. പക്ഷെ ഖുർആനെ കുറിച്ച് അല്ലാഹു വിശേഷിപ്പിച്ചത് ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾക്ക് രോഗശമനമാണ്, ശിഫാ ആണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു ആത്മാവായി പരിശുദ്ധ ഖുർആനെ മാറ്റാൻ, നമ്മെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന സന്മാർഗദർശിയായി പരിശുദ്ധ ഖുർആനെ മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നാം പഠിക്കുന്നതിന്റെ കൂടെ, നാം അതിന്റെ പാരായണത്തിലും അതിന്റെ പഠനത്തിലും സമയം കണ്ടെത്തുന്നതിന്റെ കൂടെ നമ്മുടെ മക്കൾക്കും നമ്മുടെ വരും തലമുറക്കും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. കാരണം നാളെ പരലോകത്ത് തങ്ങളുടെ മക്കൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു എന്ന കാരണത്താൽ ഒരു വാപ്പാക്കും ഉമ്മാക്കും പരലോകത്ത് ലഭിക്കുന്ന ഒരാദരവിനെ കുറിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും.
ഫിർദൗസി ഖദ് ഖുസിയത് ലിവാലിദൈഹിഹുമൽ അക്വാനു ലം തഖുമി. ഈ 14 ലോകങ്ങൾ പകരം കൊടുത്താലും വിലമതിക്കാനാവാത്ത 2 ഉടയാടകൾ പരിശുദ്ധ ഖുർആൻ തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത വാപ്പാക്കും ഉമ്മാക്കും ആ പരലോകത്ത് വെച്ച് അണിയിക്കപ്പെടുന്നതാണ്. അങ്ങനെ ആ വാപ്പയെയും ഉമ്മയെയും അള്ളാഹു പരലോകത്ത് വെച്ച് ആദരിക്കുന്നതാണ്. പക്ഷെ അവർക്ക് മനസ്സിലാകുകയില്ല എന്തിനാണ് ഇതിനു മാത്രം ആദരിക്കപ്പെടാൻ മാത്രം നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് അവർ തിരിച്ചു ചോദിക്കുന്നതാണ്. എന്തിനാണ് പഠിച്ചവനെ ഇതിനു മാത്രം ആദരിക്കാൻ മാത്രം നമ്മൾ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവരോട് തിരിച്ചു പറയപ്പെടും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദീനീ ബോധമുള്ളവരാക്കി, ദൈവിക ബോധമുള്ളവരാക്കി വളർത്തി എന്നുള്ള ഒരൊറ്റ കാരണമാണ് നിങ്ങൾ ഇതിനു മാത്രം ആദരിക്കാൻ നിങ്ങൾക്ക് കാരണമായത് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള മാതാപിതാക്കളിൽ, അത്തരത്തിലുള്ള മക്കളിൽ നമ്മളേവരും ഉൾപ്പെടാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ആദരവ് ലഭിക്കുന്ന മാതാപിതാക്കളിലും മക്കളിലും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാൻ മാസത്തെ ഏറ്റവും അനുകൂലമായി ഉപയോഗിച്ചവരിൽ തഖ്വയും അള്ളാഹുവിനോടുള്ള ഖശിയത്തുമെല്ലാം വർദ്ധിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമയും ഈമാനും വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് ആ പ്രയാസങ്ങളിൽ നിന്നൊരു തുറവി അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المستضعفين في فلسطين. اللهم انصر إخواننا وأهلينا في غزة. اللهم طهر المسجد الأقصى من رجس اليهود. اللهم عليك باليهود. اللهم عليك باليهود. اللهم عليك باليهود. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وصيامنا وقيامنا وركوعنا وسجودنا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على نبينا محمد. فسبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.